ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സുമിത്ര ഓരോരുത്തരുടെ വീട് കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുക മക്കളെ കണ്ടുപിടിക്കാനായിട്ട്. അങ്ങനെ ശീതളിൻ്റെ കൂട്ടുകാരിയുടെ വീട്ടിലെത്തി. അപ്പം ശീതളുമായിട്ട് മോൾക്ക് നല്ല കൂട്ടായിരുന്നല്ലോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ ശീതളിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എനിക്ക് ശീതളുമായിട്ട് ഇപ്പോൾ യാതൊരു കോൺടാക്റ്റും ഇല്ല എന്ന് ആ കുട്ടി പറയുന്നു. അവളെ ഫോണിൽ ബന്ധപ്പെടുകയും മറ്റോ ചെയ്തോ എന്ന് ചോദിച്ചപ്പോൾ അവളുടെ പഴയ നമ്പറിൽ പലവട്ടം വിളിച്ചു, അതിലൊക്കെ സ്വിച്ച് ഓഫ് ആണെന്നുള്ള കാര്യം പറയുക. ആൻറ്റിക്ക് അപകടം പറ്റിയത് കൊണ്ട് 1 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ അവളെ യാദർശികമായിട്ട് കണ്ടിരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ എവിടെ വെച്ചാണെന്ന് ചോദിച്ചു സുമിത്ര. ഹോസ്പിറ്റലിൽ വെച്ചാണെന്നും. അപ്പോൾ ഞാൻ കോമയിൽ കിടക്കുമ്പോഴാണെന്ന് ചോദിച്ചപ്പം അതേന്ന് പറഞ്ഞു. ആശുപത്രിയിൽ അവൾ എന്നെ കാണാൻ വന്നതായിരിക്കും അല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ കുട്ടിയുടെ മുഖമൊക്കെ വല്ലാതെയായി. പെട്ടെന്ന് എന്താന്ന് ആ മുഖം കണ്ടപ്പോൾ സുമിത്ര ചോദിച്ചു. ആൻറ്റി കിടന്ന ഹോസ്പിറ്റലിൽ വെച്ചല്ല ഞാൻ അവളെ കണ്ടത്, വേറൊരു ഹോസ്പിറ്റലിൽ വെച്ചാണെന്ന് പറഞ്ഞു. മാനസികമായിട്ട് തളർന്ന അവസ്ഥയിലായിരുന്നു ശീതൾ എന്നുള്ള കാര്യം പറയുക. വാക്കിലും നോട്ടത്തിലും ഒക്കെ അവൾ പഴയ ശീതളെ ആയിരുന്നില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ മോളെ അവൾ ഹോസ്പിറ്റലിൽ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അവളുടെ തലയ്ക്ക് എന്തോ മുറിവ് പറ്റിയിരുന്നെന്നും പിന്നെ ഞാൻ ചോദിച്ചപ്പോൾ അവളൊന്ന് വീണെന്നും കൈക്ക് പൊട്ടലുണ്ടെന്നുള്ള കാര്യം പറഞ്ഞെന്നും കൂട്ടുകാരി പറയുക. അപ്പോൾ അത് കേട്ടപ്പോഴേക്കും ഇങ്ങനെ സുമിത്രയ്ക്ക് ആകെ വെപ്രാളമായി. എങ്ങനെ വീണു എന്ന് ചോദിച്ചപ്പം അതിനുള്ള മറുപടി തരാതെ അവൾ ഒഴിഞ്ഞു മാറാനാണ് ശ്രമിച്ചതെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ മക്കളെക്കുറിച്ചുള്ള നടുങ്ങുന്ന വിവരങ്ങളാണ് നമ്മുടെ സുമിത്ര തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവൾ എന്തിനെയൊക്കെയോ പേടിക്കുന്നത് പോലെ എനിക്ക് തോന്നിയതെന്നുള്ള കാര്യമൊക്കെ പറയുവാണ് ആ കുട്ടി. അപ്പോൾ അവൾ എൻ്റെ മുന്നിൽ നിന്ന് പെട്ടെന്ന് രക്ഷപ്പെടാനൊക്കെ ആയിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. കുറേ നാളുകൾക്ക് ശേഷം കണ്ട സന്തോഷത്തിൽ ഞാൻ അവളോട് പലതും ചോദിച്ചു. പക്ഷേ ഒന്നിനും അവൾ എനിക്ക് മറുപടി തന്നില്ലെന്നുള്ള കാര്യമൊക്കെ ആ കൊച്ചു പറയുക. പെട്ടെന്ന് ആരോടും സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുപോലെ അവൾ എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറി പോവുകയാണ് ചെയ്തതെന്നുള്ള കാര്യവും പറഞ്ഞു. അതൊക്കെ കേട്ടപ്പോൾ സുമിത്രയ്ക്ക് വിഷമായി. ഞാൻ പിന്നാലെ ചെന്ന് വിളിക്കും തോറും എന്നിൽ നിന്ന് അകലാൻ വേണ്ടി അവൾ നടത്തത്തിന് സ്പീഡ് കൂട്ടുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ശീതളിൻ്റെ ഈ ഒരു അവസ്ഥ ആൻറ്റിയോട് വന്ന് പറയണമെന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ ആൻറ്റി ഈ ലോകത്ത് നടക്കുന്നതൊന്നും അറിയാതെ ഹോസ്പിറ്റലിൽ കിടക്കായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ശീതളിനെ കണ്ടതിന് ശേഷം പിന്നെ ചേച്ചിയുടെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം ഇവളെന്നെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞെന്നുള്ള കാര്യം കൊച്ചിൻ്റെ അമ്മയും സുമിത്രയോട് പറയാം. അപ്പോൾ അവൾ എവിടെയാണ് താമസിക്കുന്നത് എന്ന് വല്ലതും പറഞ്ഞോ എന്ന് ചോദിച്ചപ്പം അതൊന്നും പറഞ്ഞില്ല ആൻറ്റി എന്ന് പറഞ്ഞു. അതിനുശേഷം എൻ്റെ മോളെ എവിടെയെങ്കിലും വെച്ച് കണ്ടതായിട്ട് മോൾ ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇല്ല ആൻറ്റി, ഞാൻ ഓർക്കുന്നില്ല. അതിനുശേഷം അവളെപ്പറ്റി എനിക്ക് ഒരു വിവരവും കിട്ടിയിട്ടില്ല എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയാം. ഞങ്ങളുടെ കൂട്ടുകാരിലാരും പിന്നീട് അവളെ കണ്ടിട്ടില്ലെന്നും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ട് ഇങ്ങനെ വിഷമത്തോടെ ഇവരിങ്ങനെ നിൽക്കുക കേട്ടോ. അതായത് സുമിത്ര. അത് കഴിഞ്ഞ് സുമിത്ര ഒന്നും മിണ്ടാതെ ആ വീടിൻ്റെ പടി ഇറങ്ങി ഇങ്ങനെ പോകുന്നു. അങ്ങനെ കേട്ട വിവരങ്ങളെല്ലാം സുമിത്രയെ തകർത്ത് കളയുന്ന വിവരങ്ങളാണ്. അതെല്ലാം കഴിഞ്ഞതേ സുമിത്ര ഇങ്ങനെ ഇറങ്ങിപ്പോയിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പൂജയും അതുപോലെ അമ്മാവനും അങ്കിളും കൂടെ വണ്ടിയിൽ ഇങ്ങ് വരിക. അപ്പോൾ അങ്കിൾ എന്തിനാ കാറ് നിർത്തിയതെന്ന് ചോദിച്ചു പൂജ. ഇയാൾ കൊണ്ടുവന്ന ഒരു സ്ഥലത്ത് കൊണ്ട് വണ്ടി നിർത്തിയപ്പം അതെ, പൂജയെ അക്കൗണ്ട് സെക്ഷനിലേക്ക് മാറ്റിയാലോ എന്ന് ആലോചിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അതിനെന്തിനാ അങ്കിൾ കാറ് നിർത്തിയതെന്ന് പൂജ ചോദിച്ചപ്പം അതൊക്കെ പറയാം, ഒരു മോൾക്ക് താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് അക്കൗണ്ട് സെക്ഷൻ തന്നെയാണ് താല്പര്യമെന്ന് പൂജയും പറഞ്ഞേ. അത് കേട്ടപ്പോൾ എങ്കിൽ പൂജയെ അക്കൗണ്ട് സെക്ഷനിലേക്ക് ഞങ്ങൾ തീരുമാനിച്ചു കഴിഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് അയാൾ ഈ പൂജയുടെ കയ്യിലേക്ക് ഒരു ചെക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് വാങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പോൾ പൂജ അത് വാങ്ങിച്ചു. പൂജ എന്നിട്ട് ഇങ്ങനെ നോക്കുക. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ മോളിതിൽ എഴുതിയാൽ മതിയെന്ന് പറഞ്ഞു. എന്നിട്ട് അക്കൗണ്ട് സെക്ഷനിലേക്ക് മാറ്റുമ്പോൾ ഹാൻഡ് റൈറ്റിങ്ങും മറ്റും നോക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഇതെന്താ ഇത് തന്നോന്ന് ചോദിച്ചു. ഇതെന്താ അയ്യോ അത് മാറിപ്പോയെന്ന് പറഞ്ഞ് വേറെ എടുത്തു കൊടുത്തു, ഒരു ബുക്ക് എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ആ ബുക്കിലേക്ക് പൂജയോട് എഴുതാൻ പറയുക. അപ്പോൾ പൂജ അതിലേക്ക് അതൊക്കെ എഴുതുവാണ് ഇയാൾ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ ഇയാൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ പൂജ ഇങ്ങനെ അതിനകത്തേക്ക് എഴുതി. അപ്പോൾ അങ്ങനെ ആ ഒരു ഹാൻഡ് റൈറ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഇയാൾ അപ്പോൾ ആ ഒരു പേപ്പർ ആ ഒരു ലെറ്റർ വന്നത് പൂജയാണ് എഴുതി അയച്ചതെന്ന് അറിയാനുള്ള ഇയാളുടെ ടെസ്റ്റായിരുന്നു അത്. അപ്പോൾ ഈ ഹാൻഡ് റൈറ്റിങ് കണ്ടിട്ട് പൂജയല്ല അത് എഴുതി വിട്ടത്. അപ്പോൾ ഇന്നു മുതൽ അക്കൗണ്ട് സെക്ഷൻ മോൾ അങ്ങ് ഉറപ്പിച്ചോളാൻ പറഞ്ഞിട്ട് ഇയാൾ ആ ബുക്ക് മേടിച്ച് അവിടെ അങ്ങ് വെച്ചു. പണ്ട് അച്ഛൻ്റെ കൂടെ ഓഫീസിൽ വർക്ക് ചെയ്തവരെ പറ്റിയൊക്കെ ചോദിച്ചാലോ എന്നൊക്കെ അവിടെ ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുക നേരം നമ്മുടെ പ്രിയ പൂജ. ആ സമയത്ത് ഇയാൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇയാളോട് ഇതൊക്കെ ചോദിച്ചു ഇയാൾ പറഞ്ഞു തരുമോ എന്നൊക്കെ ഇങ്ങനെ പൂജ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോൾ ചിന്തിക്കുന്നത്, ഹാപ്പി അല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അതേന്ന് പൂജയും പറഞ്ഞു. അങ്കിൾ, ഞാനൊരു കാര്യം ചോദിച്ചാൽ അങ്കിൾ എന്നോട് പറയുമോ എന്ന് ചോദിച്ചു. എന്താ മോളെ, എന്താണെങ്കിലും മോൾ ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോഴേക്കും പൂജ അച്ഛൻ്റെ കൂടെ പണ്ട് ജോലി ചെയ്തിരുന്ന അച്ഛൻ്റെ അടുത്ത ഫ്രണ്ട്സിനെ വല്ലതും അങ്കിളിനെ അറിയാവോ എന്ന് ചോദിച്ചു. അവരൊക്കെ ഇപ്പോൾ എവിടെയാണെന്നൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പം നിൻ്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാകുന്നുണ്ടടി. പഴയ കാര്യങ്ങൾ അന്വേഷിച്ചറിയാനല്ലേ. ഞാനും ആ കത്ത് എഴുതിയവനെ പറ്റിയുള്ള അന്വേഷണത്തിലാണ്.
ഒരു CBI മറ്റൊരു CBIയോട് കളിക്കരുതെന്നൊക്കെ ഇയാൾ മനസ്സുകൊണ്ട് ചിന്തിക്കുമ്പോൾ അങ്കിളെന്താ ഞാൻ ചോദിച്ചതിന് മറുപടി തരാത്തതെന്ന് ചോദിച്ചു പൂജ. അവരൊക്കെ എവിടെയാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണെന്ന് പൂജ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തുകൊണ്ടാണ് അവരെയൊക്കെ കാണണമെന്ന് മോൾ ഇപ്പം ചിന്തിക്കുന്നത്? അവരൊക്കെ എവിടെയോ പോയി, നമുക്കെന്താ, ഇനി അവരന്വേഷിച്ചൊന്നും നടക്കേണ്ട കാര്യമില്ല. വെറുതെ ഓരോന്ന് കുത്തിപ്പൊക്കാൻ ശ്രമിച്ചിട്ട് അവനവൻ തന്നെ ആ കുഴിയിൽ ചെന്ന് വീഴുണ്ടാവുന്നൊക്കെ പറഞ്ഞു. അവരെയൊക്കെ അങ്ങ് മറന്നേക്കാനും. അത് കേട്ട് പൂജ ഇങ്ങനെ എന്തൊക്കെയോ ആലോചിക്കുവാണേ. ഇയാൾ നേരം വണ്ടി ഓടിച്ച് ഇങ്ങനെ പൂജയും കൂട്ടിക്കൊണ്ട് അങ്ങ് പോകുമല്ലേ. ഈ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. അപ്പോൾ സുമിത്ര ഇങ്ങനെ സ്കൂളിൽ ചെന്നു വെപ്രാളം കയറി ഓടുന്നത് കണ്ടപ്പോഴേക്കും ബാക്കി സ്റ്റാഫ് ചോദിച്ചു ടീച്ചർ എങ്ങോട്ടാണെന്ന്. എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടം വരെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ടീച്ചർ വെറുതെ ടെൻഷൻ അടിക്കേണ്ട, പ്രിൻസിപ്പൾ ഒന്നും പറയില്ല, ടീച്ചർ ചെന്ന് സൈൻ ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിടുക. അത് കഴിഞ്ഞ് സുമിത്ര അങ്ങോട്ടേക്ക് ചെന്നു. സുമിത്ര അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്തേ രഞ്ജിതയെ അവിടെ കണ്ടു. രഞ്ജിതയെ അവിടെ കണ്ടു കഴിഞ്ഞപ്പോൾ സുമിത്ര മൈൻഡ് ചെയ്യാതെ അങ്ങ് പോവുക. പെട്ടെന്ന് രഞ്ജിത, അതെ, ഈ സ്കൂളിനൊരു സമയനിഷ്ഠയുണ്ട്. അത് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് മാത്രമല്ല, പഠിപ്പിക്കാൻ വരുന്ന ടീച്ചേഴ്സിനും അത് ബാധകമാണെന്നൊക്കെ രഞ്ജിത ആളാവും അവിടെ നിന്ന്. ഈ സ്കൂളിനൊരു ഡിസിപ്ലിൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അത് പാലിക്കാൻ കഴിയില്ലെങ്കിൽ ജോലി വേണ്ട എന്ന് വെച്ച് പൊയ്ക്കോളണമെന്നും പറഞ്ഞു രഞ്ജിത. ഇത് കേട്ട് മറ്റു ടീച്ചേഴ്സ് അങ്ങോട്ടേക്ക് വന്നു. ഇവരെയൊക്കെ കണ്ടു പഠിക്കുക. ഇവരൊക്കെ സരിഗമ പഠിച്ചു വന്നവരൊന്നും അല്ല, നല്ലതുപോലെ പഠിച്ച് നല്ല മാർക്കിൽ BAയും BEdും ഒക്കെ പാസ്സായിട്ട് വന്നവരാ. അപ്പം മേഡം ഇപ്പോൾ ബെല്ലടിച്ചതല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു ബാക്കി സ്റ്റാഫുകൾ. ബെല്ലടിക്കും മുൻപ് എത്തണ്ടേന്ന് രഞ്ജിത അന്നേരം. ഒരു അലങ്കാരത്തിന് വേണ്ടിയിട്ടല്ല സ്കൂളിൽ ഈ ബെല്ലൊന്നും വെച്ചിരിക്കുന്നത്, അച്ചടക്കം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണെന്നും അച്ചടക്കം തെറ്റിക്കാൻ നിങ്ങളെ ഞാൻ അനുവദിക്കില്ലെന്നും രഞ്ജിത സുമിത്രയോട് പറയണം. ഇതൊക്കെ കേട്ട് നിൽക്കുക സുമിത്ര. അതെ, ജോലിയിൽ കയറിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ ഇങ്ങനെയൊക്കെ തുടങ്ങിയാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ ഇവർ തോന്നിയ സമയത്ത് വരാൻ തുടങ്ങിയില്ലേ എന്നൊക്കെ ചോദിച്ചു ഈ രഞ്ജിതയെ. അതൊന്നും ഞാൻ ട്രസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ സ്കൂളിൽ നടക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുമിത്ര ഇങ്ങനെ നോക്കി നിൽക്കുക. നിങ്ങൾ ചെല്ല എന്നും പറഞ്ഞ് ബാക്കി ടീച്ചേഴ്സിന് ഈ രഞ്ജിത അവിടെ നിന്ന് പറഞ്ഞും വിട്ടു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും സുമിത്ര ഇങ്ങനെ രഞ്ജിതയെ തന്നെ നോക്കി നിൽക്കുക. ഈ സമയം അതെ, ഇനിയും ഇതിവിടെ ആവർത്തിച്ചാൽ ഈ ജോലി ഞാൻ തെറിപ്പിക്കും എന്ന് രഞ്ജിത പറയുന്നു. ഇത് കേട്ടപ്പോൾ സുമിത്ര തുറച്ചു നോക്കി. എന്താ നോക്കി പഠിപ്പിക്കുന്നതെന്ന് ചോദിച്ചു. അന്നേരം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും പറയാതിരുന്നതാണെന്നും അല്ലാതെ രഞ്ജിതയെ പേടിച്ചിട്ടൊന്നും അല്ലെന്ന് സുമിത്ര നേരത്തേക്കും പറഞ്ഞു. ദേ, ബന്ധുവൈരാഗ്യം ജോലി സ്ഥലത്ത് തീർക്കാൻ നോക്കരെന്ന് പറഞ്ഞപ്പോൾ ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് രഞ്ജിത. നിന്റെ കണ്ണുനീര് കൊണ്ട് നിന്നെ ഞാൻ കച്ചേരി നടത്തിക്കും. രഞ്ജിത എന്ത് വേണമെങ്കിലും ചെയ്തോളാൻ സുമിത്ര നേരം പറഞ്ഞു. നിങ്ങളെക്കാൾ വലിയ ദുരന്തത്തെ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ടെന്നും പക്ഷേ എൻ്റെ പൂജമോളെ മാനസികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചാൽ ഞാൻ ക്ഷമിച്ചെന്ന് വരില്ല എന്ന് സുമിത്ര നേരം പറഞ്ഞു. ഇത് കേട്ടപ്പം ഒരു ചിരി. അവൾക്ക് കൊടുക്കേണ്ടതേ സമയാസമയത്ത് ഞാൻ കൊടുക്കുന്നുണ്ടെന്ന് രഞ്ജിത. എൻ്റെ ക്യാബിനുള്ളിൽ കയറി എൻ്റെ മുന്നിൽ അഹങ്കാരം കാണിച്ചാൽ അതിനുള്ള പണി ഞാൻ അപ്പം തന്നെ കൊടുക്കുമെന്നും രഞ്ജിത. അവളെൻ്റെ സഹോദരൻ്റെ മകളല്ലേ എന്നുള്ള പരിഗണനയൊന്നും ഞാൻ അവൾക്ക് കൊടുക്കാറില്ല എന്നിങ്ങനെ പറഞ്ഞപ്പം നിങ്ങളുടെ പരിഗണന എൻ്റെ മോൾക്ക് വേണ്ട, മര്യാദകേട് കാണിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കില്ല എന്നും സുമിത്ര അവളോട് പറഞ്ഞു. ഇപ്പം കൂടുതൽ പറഞ്ഞു നിൽക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ പറയുക. രഞ്ജിതയുടെ പോക്ക് അത്ര ശരിയല്ലെന്നും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി. അതും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയപ്പോൾ അതെ ഒന്ന് നിന്നേ എന്നും പറഞ്ഞ് രഞ്ജിത പിന്നാലെ വിളിച്ചു. എന്നെ പഠിപ്പിക്കാൻ വരരുത്, അത് നിങ്ങൾക്ക് നന്നാവില്ല എന്ന് രഞ്ജിത പറഞ്ഞു. പോയ സുമിത്ര തിരിച്ചു വന്ന് നോക്കി അങ്ങ് നിന്നിട്ട് പഠിപ്പിച്ചിരിക്കും, പലതും ഞാൻ നിന്നെ പഠിപ്പിക്കും. അതും പറഞ്ഞ് സുമിത്ര അങ്ങ് പോയി. രഞ്ജിത ചമ്മി അവിടെ അങ്ങനെ നിൽക്കുക. രഞ്ജിത എന്നിട്ട് ഇങ്ങനെ സുമിത്രയെക്കുറിച്ച് ആലോചിച്ച് അവിടെ നിൽക്കുക കേട്ടോ. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ദീപുവിനെ കാണാനായിട്ട് മകൻ അങ്ങോട്ടേക്ക് ചെന്നു. അച്ഛൻ എന്താ പറ്റിയതെന്ന് ചോദിച്ചു. എനിക്കെന്ത് പറ്റാൻ, നിനക്ക് എന്താ അപ്പു പറ്റിയത്? എനിക്കല്ല പറ്റിയത്, അമ്മയ്ക്ക് അച്ഛനെക്കുറിച്ച് ഓർത്തിട്ടേ ഭയങ്കര ആശങ്ക. എന്താ കാര്യം? അമ്മ അച്ഛനെ ഓർത്ത് ഒരുപാട് ടെൻഷൻ അടിക്കുന്നുണ്ട്. അച്ഛൻ എന്താ പ്രശ്നമെന്ന് മകൻ തലങ്ങും വിലങ്ങും ചോദിച്ചു. അപ്പോൾ എനിക്കൊരു പ്രശ്നമില്ലടാന്നും പറഞ്ഞുകൊണ്ട് ദീപു ഇങ്ങനെ നിൽക്കുന്നു. എന്ത് കാര്യം അവൾ പറയുന്നത്? എന്നെക്കുറിച്ച് ആശങ്കപ്പെടാൻ എന്തെങ്കിലും കാര്യമുള്ളൂ നിന്നോട് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല. എടാ, അവൾക്ക് പ്രത്യേകിച്ചൊരു കാര്യം പറയാനില്ല. പിന്നെ അവൾക്കിപ്പം എനിക്ക് സ്നേഹം കുറഞ്ഞെന്ന് വല്ല തോന്നലും ഉണ്ടാകും. അത് പലവട്ടം എനിക്കും തോന്നിയിട്ടുള്ള കാര്യമാണ്. വെറുതെ എന്നെക്കുറിച്ച് ഓർത്തങ്ങ് വിഷമിക്കുക, ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സംശയത്തോടു കൂടി നോക്കുക, എന്നിട്ട് യുക്തിക്ക് നിരക്കാത്ത കാര്യങ്ങൾ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചിട്ട് എന്നെ അങ്ങോട്ട് ഇരട്ടത്ത് നിർത്തുക. ഇതൊക്കെയാണ് നിൻ്റെ അമ്മ ചെയ്യുന്നത്. ചിത്ര അങ്ങനെയൊന്നും ആയിരുന്നില്ല. അവളുടെ മനസ്സിൽ ഒരു കാര്യങ്ങൾക്കും മറ്റൊന്നും ഉണ്ടായിരുന്നില്ല.
ആ എപ്പോഴാ തുടങ്ങിയത് ഇങ്ങനത്തെയൊക്കെ സ്വഭാവം? എന്താണ് നിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചതെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ദീപു നേരം തലങ്ങും വിലങ്ങും തിരിച്ചത്. ഇതിപ്പോൾ അമ്മ പറയുന്നതാണോ അച്ഛൻ പറയുന്നതാണോ കുഴപ്പമൊന്നും പോലും അപ്പുവിനും സംശയം ഉണ്ടായി തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ അവിടെ നിന്ന് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ അപ്പുവിന് സംശയം ഉണ്ടായി എന്നുള്ളത് ദീപുവിന് മനസ്സിലായി. ദീപു എന്നിട്ട് അതിങ്ങനെ സന്തോഷത്തോടെ കണ്ടു നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് എടാ അപ്പു, ഇപ്പം നീ എന്താ ചിന്തിക്കുന്നതെന്ന് ഞാൻ പറയട്ടെ എന്ന് ചോദിച്ചു. എന്താ അമ്മയുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമുണ്ട് എന്നുള്ളതല്ലേ എന്ന് ചോദിച്ചു. അതെ, ഞാനേ ചില കാര്യങ്ങൾ നിൻ്റെ അടുത്ത് മനഃപൂർവ്വം പറയാതിരുന്നതാണെന്ന് അച്ഛൻ മകനോട് പറയുന്നു. എന്നിട്ട് ചിത്രയ്ക്ക് കുറേ കാര്യങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മകനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദീപു ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നീ ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞും ഇങ്ങനെ ഞങ്ങളുടെ ഇടയിലെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കാതെ നീ പൂജയുടെ കാര്യങ്ങളിൽ വല്ലതും നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇടപെടുന്നുണ്ടോ? ഇല്ലച്ച, ഒന്നും സംഭവിച്ചില്ല, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റിയില്ലെന്ന് പറയുമ്പം ഇത് തന്നെയാണ് നിൻ്റെ കുഴപ്പം. നീ പൂജയായിട്ട് സംസാരിച്ച് നിൻ്റെ പിണക്കമൊക്കെ മാറ്റണമെന്ന് പറഞ്ഞു അച്ഛൻ മകനോട്. അച്ഛൻ വിട്, അതൊക്കെ വിട്ട് കളഞ്ഞേരെ. പിന്നെ അമ്മ പറയുന്നത് കേട്ട് ഞാൻ അച്ഛനെക്കുറിച്ച് ഓർത്ത് ഇച്ചിരി ടെൻഷൻ അടിച്ചായിരുന്നു എന്ന് അപ്പു പറഞ്ഞപ്പോൾ ടെൻഷൻ അടിക്കാൻ വേണ്ടി മാത്രം അമ്മ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. എന്തായാലും എൻ്റെ ടെൻഷൻ മാറി കിട്ടിയെന്ന് അപ്പു അന്നേരം പറയാം. എന്നാലും മോനോട് അമ്മ എന്താ പറഞ്ഞതെന്നൊക്കെ അറിയാനുള്ള ആകാംക്ഷയോട് ചോദിച്ചപ്പോൾ അതേ എൻ്റെ അച്ഛനെ ഞാൻ തള്ളി പറയേണ്ടി വരുമെന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ ഒന്ന് ചിരിച്ചു ദീപു. ഇപ്പം എനിക്ക് സമാധാനമായച്ചാ, എൻ്റെ അച്ഛൻ എന്നും ഒരു പ്യുവർ തങ്കമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ അപ്പു പറഞ്ഞിട്ട് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ദീപു തൻ്റെ തനി സ്വരൂപം ഇങ്ങനെ പുറത്തെടുത്ത് ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ. അങ്ങനെ മകനെ തന്നെ തനിക്ക് നഷ്ടപ്പെടും എന്നുള്ള ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ദീപു ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രഞ്ജിതയുടെ ഭർത്താവിനെയാണ്. അയാൾ ഇങ്ങനെ അവിടെ ഇരുന്ന് നമ്മുടെ പൂജയുമായി സംസാരിച്ച കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. അപ്പോൾ പൂജ അച്ഛൻ്റെ കൂട്ടുകാരെ പറ്റി ചോദിച്ച കാര്യങ്ങളൊക്കെ ഭാര്യയോട് പറയാനായിട്ടുള്ള ആ ഒരു ഇതിൽ ഇങ്ങനെ നിൽക്കുക. അത് പറയണമെങ്കിൽ അവളിങ്ങ് വരണ്ടേ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുന്നു. അങ്ങനെ ഫോൺ എടുത്ത് വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും കോള് പോകുന്നില്ല. ആ നമ്പർ പ്രതികരിക്കുന്നില്ലെന്ന് പറഞ്ഞു. ഇവൾ ഒരു കാലത്ത് പ്രതികരിക്കില്ലല്ലോ, ഇനി ഇവൾ എപ്പോൾ പ്രതികരിക്കാനിരിക്കുവാണെന്നൊക്കെ ഇയാൾ സ്വയം നിന്നിങ്ങനെ പറയുക കേട്ടോ. എന്നിട്ട് ഫോൺ എടുത്ത് ഇങ്ങനെ ഷോ എന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ആ സമയത്താണ് രഞ്ജിത വീട്ടിലേക്ക് വന്ന് കയറുന്നത്. എൻ്റെ പൊന്ന് രഞ്ജിത, നിന്നെ ഞാൻ എന്തോരം വിളിച്ചു, നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. എന്താ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഗുരുതരമായ കാര്യം നിന്നോട് പറയാൻ ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് കാര്യമാണെന്ന് ചോദിച്ചപ്പം നമ്മൾ അറിയാതെ ഇവിടെ എന്തൊക്കെ ഗൂഢാലോചനകൾ നടക്കുന്നുണ്ടെന്ന് ഇയാൾ പറഞ്ഞു. ആ കത്ത് വന്നതൊന്നും മാത്രം നിസ്സാരമായി നീ തള്ളണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇനി ആ കത്തിൻ്റെ പേര് നിങ്ങൾ എന്നോട് മിണ്ടിപ്പോകരുതെന്ന് പറഞ്ഞു രഞ്ജിത. മനുഷ്യൻ്റെ സമയം കളയാനായിട്ട്. എൻ്റെ പൊന്ന് രഞ്ജിതേ, അരവട്ടനായ അരവിന്ദൻ പറയുന്നത് മുഴുവനും കേട്ട് കഴിയുമ്പോൾ രഞ്ജിതയ്ക്ക് മുഴുവട്ടാകും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണു. അറിയാവോ, ഞാൻ പറയുന്നത് മുഴുവനും കേട്ടിട്ട് ഒന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞു എന്നും പറഞ്ഞ് നിൽക്കുമ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് പറഞ്ഞ് തുലയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ ആ പൂജ ചില്ലറക്കാരിയല്ല കേട്ടോ. പൂജ ഇന്ന് എന്നോട് ഇന്ന പോലെയൊക്കെ സംസാരിച്ചു. ബുദ്ധിരാക്ഷസനായ രഞ്ജിത്തിൻ്റെ മകളാണ് അവൾ. പിന്നെ ആ കൂട്ടുകാരെ പറ്റിയൊക്കെ അവൾ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ അവൾക്ക് മറ്റെന്തെങ്കിലും ലക്ഷ്യം കാണില്ലേ? ഇല്ലേ? ഇനി ആ കത്തിൻ്റെ പിന്നിലും അവൾക്കും സുമിത്രയ്ക്കും പങ്കില്ല എന്ന് ആര് കണ്ടു എന്നൊക്കെ ഇങ്ങനെ ഇയാൾ പറയാം. അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കുക രഞ്ജിത അന്തിച്ച്. രഞ്ജിതേ, കത്ത് കിട്ടിയിട്ട് എൻ്റെ CBI ബുദ്ധി ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പം എന്ത് സംശയം ഉണ്ടെങ്കിലും എന്നോട് മാത്രം സംസാരിച്ചാൽ മതി, ഓരോ നൂഹിച്ച് മണ്ടത്തരം പോയി കാണിക്കരുതെന്ന് പറഞ്ഞു ഭാര്യ ഭർത്താവിനോട്. എന്തു വന്നാലും അമ്മയെയും മകളെയും എങ്ങനെ നോക്കണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞു. ഓംപ്ര എന്നും പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിൽക്കുന്നു. രഞ്ജിത അങ്ങ് പോയി. ഇവക്ക് കിട്ടിയാലേ പഠിക്കൂ, മര്യാദയ്ക്ക് പറഞ്ഞു കൊടുത്താൽ ഇവക്ക് മനസ്സിലാവത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ആ ഒരു സംഭവം കാര്യങ്ങൾ അവിടെ കഴിഞ്ഞു. പിന്നെ സ്വരമോളെയും സുമിത്രയെയാണ് കാണിക്കുന്നത്. ഇവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഫുഡ് കഴിക്കാം. സ്വരമോൾക്ക് എടുത്ത് വരും, വിളമ്പി വാരിയൊക്കെ കൊടുത്ത് സുമിത്ര കഴിപ്പിക്കുക കൊച്ചിനെ. കൊച്ചു വളരെ സന്തോഷത്തോടെ കഴിക്കണം. അപ്പോൾ കൊച്ചിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ സുമിത്ര ഉണ്ടാക്കിക്കൊണ്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണെന്ന് കൊച്ച് വളരെ കൗതുകത്തോടെ സന്തോഷത്തോടെ പറയുമ്പോൾ ഇതൊക്കെ മോൾക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളാണെന്നേ എനിക്കറിയാം, അതുകൊണ്ടല്ലേ ഞാനിതൊക്കെ കൊണ്ടുവന്നതെന്ന് സുമിത്രയും പറഞ്ഞു. അങ്ങനെ ഇതെൻ്റെ ശരിക്കും അച്ചമ്മയാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഞാൻ അങ്ങനെ വിളിച്ചോട്ടെ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാനോ ആ മോള് വിളിച്ചു കഴിഞ്ഞില്ലേ, ഇനി എന്തിനാ പിന്നെ എന്നോട് അനുവാദം ചോദിക്കുന്നതെന്നും സുമിത്ര അന്നേരം ചോദിക്കുകയാണേ. അങ്ങനെ മോൾക്ക് എന്ത് വേണമെങ്കിലും എന്നെ വിളിക്കാം കേട്ടോ എന്നും സുമിത്ര പറഞ്ഞു. അപ്പോൾ അമ്മ കിളി എന്നും പറഞ്ഞുകൊണ്ട് ഇത് വിളിക്കണം നമ്മുടെ കുഞ്ഞ്. പിന്നെ മറ്റാരും കേൾക്കാൻ ഞാൻ വിളിക്കില്ല കേട്ടോ എന്ന് സ്വരമോള് പറഞ്ഞു. അപ്പോൾ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അമ്മ കിളിയെ ഞാൻ മാത്രമേ വിളിക്കൂന്നു, അമ്മൂമ്മ കിളി ഞാൻ മാത്രമേ കേൾക്കൂ എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് വിളിക്കുക കൊച്ച.
അപ്പോൾ ചിരി കാണാൻ എന്ത് രസമാണെന്നൊക്കെ കൊച്ചിങ്ങനെ സുമിത്രയോട് പറയുന്നേ. അങ്ങനെ എപ്പോഴും ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം കേട്ടോ എന്നൊക്കെ സ്വര പറഞ്ഞപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും ചിരിയും കളിയും സ്നേഹവും വാത്സല്യവും കരുതലൊക്കെ ആയിട്ട് അവർ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ എൻ്റെ അമ്മമ്മക്കിളിയെ എൻ്റെ അമ്മമ്മ കണ്ടു പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് കൊച്ചിരുന്ന് പറയാം. ഞാൻ അമ്മമ്മക്കിളിയുടെ മകളായിട്ട് ജനിച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ സ്വരമോൾ ഇങ്ങനെ പറയുമ്പോൾ സുമിത്രയുടെ കണ്ണങ്ങ് നിറഞ്ഞു. കൊച്ചാ ഒരു കാര്യമൊക്കെ പറയുന്നത് കേട്ടേ. അപ്പോൾ എൻ്റെ മോളെപ്പോലൊരു കുഞ്ഞുവാവ ഇപ്പോൾ ഈ അമ്മമക്കളിയുടെ കൂടെ ഉണ്ടാകുമായിരുന്നു, എൻ്റെ മക്കൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിലെന്നും പറഞ്ഞ് സുമിത്ര ഇങ്ങനെ പറയാം മനസ്സുകൊണ്ട്. അപ്പോൾ അവരെ കാണാനും അവരുടെ കൊഞ്ചൽ കേൾക്കാനുള്ള ഭാഗ്യം എനിക്കില്ലാതെ പോയെന്നൊക്കെ പറഞ്ഞ് സുമിത്ര സ്വയമേ ഇരുന്നിങ്ങനെ സങ്കടപ്പെട്ട് പറയുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. എന്തായാലും എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി.